നമ്മൾ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു കറിയിൽ അതൊന്നും ഉപയോഗിക്കാൻ പറ്റാറില്ല അല്ലേ, നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഞാൻ കാണിച്ചു തന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കുക. നമുക്ക് ഈ ഒരു എണ്ണ കൊണ്ട് തന്നെ വളരെ അധികം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ എണ്ണ കൊണ്ടുള്ള നല്ല നല്ല ടിപ്സുകളും കാണിച്ചു തരുന്നുണ്ട്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. വെളുത്തുള്ളി എളുപ്പത്തിൽ ഒലിക്കാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള വീഡിയോ ആണ് അത്. പൂർണ്ണമായി ഇപ്പം ഒരു ടിപ്പ് മാത്രമേ ഇതിൽ കാണിച്ചു തരുന്നുള്ളൂ. ആ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, സ്ത്രീകൾക്ക് വളരെ എളുപ്പം ജോലി ഒതുക്കാൻ പറ്റുന്ന കുറേ ടിപ്സുകൾ കാണിക്കുന്നുണ്ട്. അത് പോയി കാണുക കേട്ടോ, കാണാത്തവരാണെങ്കിൽ. അപ്പം ഞാനിവിടെ വെളുത്തുള്ളി കുറച്ചെടുത്തിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അരഞ്ഞെടുക്കണമെങ്കിൽ അരഞ്ഞെടുക്കാം. ഞാനിവിടെ അരച്ചാണ് എടുക്കുന്നത്. ആദ്യം ഒന്ന് ചതച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെളുത്തുള്ളി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വെളുത്തുള്ളിയുടെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് എന്താ പറയുക, മാസങ്ങളോളം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഒരു കളർ വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല. പെർഫെക്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഇന്ന് ഉലിച്ചിട്ട് അപ്പം തന്നെ കറി വെക്കുന്ന ആ ഒരു ഇതില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു വാടിയ ഒരു ടേസ്റ്റൊക്കെ വരാറുണ്ട് ഇല്ലേ. അതൊക്കെ നമ്മളെ കറിയെ നല്ലപോലെ ബാധിക്കും, ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമ്പോൾ. ഇതങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലോ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മൾ പിന്നെ ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലൊന്നും നമ്മൾ ഇതിട്ട് വെക്കരുത്. വെളുത്തുള്ളി, എസ്പെഷ്യലി വെളുത്തുള്ളി എന്താണെന്ന് വെച്ചാൽ അതിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അംശം വരാനും നമുക്ക് പല അസുഖങ്ങൾ വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ വെളുത്തുള്ളി മാത്രമല്ല, ഇഞ്ചി ആണെങ്കിലും ഈ കറിവേപ്പിലയാണെങ്കിലും ഒക്കെ ഇട്ട് വെക്കുമ്പോൾ ഗ്ലാസിൻ്റെ ജാറിൽ ഇട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് നമ്മളുടെ ഹെൽത്തിനും അതുപോലെ തന്നെ ടേസ്റ്റിനും ഒക്കെ നല്ലത്. നമ്മളിപ്പോൾ ജാമ് വാങ്ങുന്നതും മറ്റുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഇതുപോലുള്ള ജാറുകൾ കളയാതെ നിങ്ങൾ റീയൂസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂരിക്ക് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഒരു 10 പൂരി നമ്മൾ പൊരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എണ്ണ വറ്റി തുടങ്ങും അല്ലേ. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്ന ഒരു ടിപ്പ് വളരെ സിമ്പിളായിട്ട് നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉള്ള ഒരു സാധനം തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എണ്ണ വറ്റി പോകാതെയും അതുപോലെ തന്നെ എന്താ പറയുക, ഈവണായിട്ട് നല്ല പോലെ തന്നെ ആ ഒരു എണ്ണയുടെ ചൂട് നിലനിർത്താനും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാനും സാധിക്കും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി നിങ്ങളൊന്ന് പറയാട്ടെ. ഇപ്പം ഞാനിത് പൂരിയിലാണ് ചെയ്ത് നോക്കിയത്. എണ്ണ എപ്പോഴും ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് വറ്റിപ്പോവും. പിന്നെ നമ്മൾ എണ്ണ ഒഴിക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ ഇത് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ വളരെ എഫക്റ്റായിട്ട് തോന്നി കേട്ടോ. നല്ലതുപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു നുള്ള് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറേ ഒന്നും ഇടരുത്, നമ്മൾ ഒരു നുള്ള് മാത്രമേ ഇടാവുള്ളൂ. ഈ എണ്ണ നമ്മൾ പൂരി പൊരിച്ച് തീരുന്നത് വരെയും ആ ഒരു ഉപ്പ് അവിടെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഏതൊരു സാധനവും പൊരിക്കാനായിട്ട് ഇടാവുള്ളൂ. അതിപ്പോൾ പൂരി എന്നല്ല എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു സമൂസ പൊരിക്കുകയാണെങ്കിലും അത് എണ്ണ ചൂടാകാതെ ഇട്ട് കഴിഞ്ഞാൽ അത് എണ്ണ വളരെ അധികം വലിച്ചെടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നല്ലതുപോലെ പൊങ്ങി വരെയും ചെയ്യും, നല്ല ക്രിസ്പി ആയിരിക്കും, എണ്ണ വറ്റിപ്പോകുന്ന ഒരു പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് പൂരി ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ തന്നെ കുറേ എണ്ണ യൂസ് ചെയ്യണം, കുറേ എണ്ണ നമ്മളുടെ ശരീരത്തിൽ പോകും, അങ്ങനെ കുറേ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. ഇത് എണ്ണയും കുടിക്കില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കാം കേട്ടോ. അതിന് എനിക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമല്ലോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പൂരി നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചോറ് വയ്ക്കാൻ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളച്ചിങ്ങനെ പുറത്തേക്ക് പോയി നമ്മളുടെ ചെമ്പിന് ചുറ്റിനൊക്കെ വരാനും ഗ്യാസിലൊക്കെ വീഴാനൊക്കെ ചാൻസ് ഇല്ലേ. അതിന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതിന് ചുറ്റിനും ഒന്ന് തേച്ച് കൊടുത്താൽ ആ ചോറ് തിളച്ച് പൊങ്ങി പുറത്തേക്ക് പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ല ടിപ്പാണ്. നമ്മൾ സ്ത്രീകൾ എന്നും ചോറ് തിളപ്പിക്കാൻ വെച്ചാൽ ഗ്യാസ് തുടക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നമ്മൾ പയറോ കടലയോ പരിപ്പോ എന്ത് വേവിക്കാൻ കുക്കറി വെച്ചാലും വിസിലടിക്കുമ്പോൾ പുറത്ത് തെറിച്ച് അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറില്ലേ. അതില്ലാണ്ടിരിക്കാൻ 2 തുള്ളി നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് തുളുമ്പി പോകുമെന്നുള്ളൊരു പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടോ. ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മളിപ്പോൾ കട്ട്ലേറ്റ് പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എണ്ണയിൽ നമുക്ക് വേറൊന്നും ഉണ്ടാക്കാൻ എന്താണെന്ന് വെച്ചാൽ ആ ഒരു റസ്കിൻ്റെ പൊടിയും ഒക്കെ ആ എണ്ണയിൽ വീണിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഈ ഒരു ഞാൻ നഗറ്റ്സാണ് എടുത്തേക്കുന്നത്. കട്ട്ലേറ്റ് ആണെങ്കിലും നഗറ്റ്സ് ആണെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വരാറ്. അപ്പോൾ നമുക്ക് ഒരു പഴംപൊരി അതിനുശേഷം ഉണ്ടാക്കണമെങ്കിൽ ആ എണ്ണ ഒരിക്കലും ഈ ഒരു എണ്ണ ചൂടായി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ ആ ഒരു എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. അത് വളരെ ദോഷമാണ് നമ്മളെ ഹെൽത്തിന്. അതല്ല ഇപ്പം നമ്മൾ നോമ്പിനൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി പൊരിച്ചുകൊണ്ടിരിക്കില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാണ്ട് തന്നെ നമ്മൾ ഇപ്പം ഇത് പൊരിച്ചതിന് ശേഷം നമുക്ക് വേറെ എന്തെങ്കിലും പൊരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എണ്ണ ക്ലീൻ ചെയ്ത് നമുക്ക് വേറെ എന്ത് കാര്യത്തിലും സമൂസ പൊരിക്കാം, അതുപോലെ തന്നെ എന്താ പറയുക പഴം പൊരിക്കാം. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിൽ അടിഞ്ഞേക്കുന്ന ആ ഒരു പൊടിയൊക്കെ മാറി നല്ല ക്ലീനായിട്ട് നമുക്ക് എണ്ണ കിട്ടും. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും റീയൂസ് ചെയ്യരുത്. എണ്ണ ഓഫ് ചെയ്തിട്ട് വേറൊരു കാര്യത്തിന് പിറ്റേന്ന് എടുക്കുക, അങ്ങനെ നിങ്ങൾ ഒരിക്കലും എണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. അത് വളരെ ദോഷമാണ് നമ്മളെ ഹെൽത്തിന്. ഞാൻ പറയുന്നത് ആ സഡൻ നമുക്ക് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാനായിട്ട് ഈ എണ്ണ ഉപയോഗിക്കും. ഇപ്പോൾ നോമ്പിന് നമ്മൾ കുറേ സ്നാക്കുകൾ പൊരിക്കും. ആ സ്നാക്സ് പൊരിക്കണ സമയത്ത് നമുക്കിത് ഈ ഒരു എണ്ണ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്യാതെ തന്നെ അത് പൊരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആ എണ്ണയിലുള്ള കരടുകളും അതിൻ്റെ ഒരു കളർ വ്യത്യാസം വന്നതും, അതുപോലെ തന്നെ ഇപ്പോൾ കട്ട്ലേറ്റ് പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴംപൊരി പൊരിക്കുമ്പം ആ ഒരു സ്മെല്ലോ ആ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവില്ലേ, അതൊന്നും ഇല്ലാതെ നമ്മൾ പുതിയ എണ്ണ ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ കുറേ ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറേ സ്നാക്സുകൾ പൊരിക്കുമ്പം നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് വരും. ഒരിക്കലും എണ്ണ വെച്ച് പിറ്റേന്ന് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല കേട്ടോ. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ചെറുപയർ താളിച്ചെടുക്കണേണ് കേട്ടോ. അങ്ങനെ നമുക്ക് കറിക്കാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു എണ്ണ കളയേണ്ട ആവശ്യമേ ഇല്ല. മനസ്സിലായോ? നമുക്ക് എന്ത് കറി ഉണ്ടാക്കാനാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. തന്ന സപ്പോർട്ട് പോലെ തന്നെ സപ്പോർട്ട് നൽകുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ